1596 മാർത്തോമ നസ്രാണികൾ ക്ലെമന്റ് പാപ്പായുടെ ജൂബിലി ആഘോഷിച്ച സംഗതിയെക്കുറിച്ച് പത്രോസ് ജാറി എന്ന ഗ്രന്ഥകാരൻ എഴുതി 1615 പ്രസിദ്ധീകരിച്ച ഗ്രന്ഥത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. ഈ ജൂബിലി പ്രസിദ്ധീകരിക്കപ്പെട്ടപ്പോൾ നസ്രാണികൾ അത്യന്തം സന്തോഷിക്കുകയും മാർപ്പാപ്പയെ പുകഴ്ത്തുന്നതിലും പ്രശംസിക്കുന്നതിലും അവർക്ക് ഇത് കാരണമായി ഭവിക്കുകയും ചെയ്തു. പ്രസ്തുത ജൂബിലി അവസരത്തിൽ നസ്രാണികൾ ഉപവസിച്ചിരുന്ന ദിവസങ്ങളിൽ സന്ധ്യ വരെ യാതൊന്നും അനുഭവിക്കാതെ പകൽ മുഴുവൻ ദേവാലയത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കൂടാതെ നസ്രാണികൾ കൂട്ടത്തോടെ ഈ ജൂബിലി വർഷത്തിൽ കുമ്പസാരിച്ചിരുന്നതായി ഈ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നു. അതിനിടയിൽ മാർ അബ്രാഹം മെത്രാനും പോർച്ചുഗീസ് ഈശോ സഭാ സന്യാസികളും തമ്മിലുള്ള ബന്ധം വഷളായിക്കൊണ്ടിരുന്നു. പോർച്ചുഗീസുകാർ മലബാർ സഭയുടെ മേലുള്ള പിടി മുറുക്കി തുടങ്ങി. ഇവിടെയുള്ള സുറിയാനി റീത്തിനെ ലത്തീൻ റീത്തിൽ ലയിപ്പിക്കാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഇവിടെയുള്ള പ്രാർത്ഥനാ പുസ്തകങ്ങളിൽ നെസ്തോറിയൻ പാഷണ്ഡത ഉണ്ടെന്നും അവ നീക്കണമെന്നും മറ്റും അവർ പ്രചരിപ്പിച്ചു. 1585-86 കാലഘട്ടത്തിൽ ഫ്രാൻസിസ് റോസ് എന്ന ജെസ്യൂട്ട് വൈദികൻ, അദ്ദേഹമാണ് പിന്നീട് മാർത്തോമ നസ്രാണികളുടെ ലത്തീൻ മെത്രാനായി തീർന്നത്. അദ്ദേഹം പൗരസ്ത്യ ഇന്ത്യയിൽ പാർക്കുന്ന നെസ്തോറിയരുടെ തെറ്റുകൾ എന്ന പേരിൽ ഒരു ലഘു ലേഖനം എഴുതിയുണ്ടാക്കി. ഇവിടുത്തെ സുറിയാനി വേദപുസ്തകങ്ങളിലും ആരാധനക്രമ ഗ്രന്ഥങ്ങളിലും ദൈവശാസ്ത്ര കൃതികളിലും റോസ് നെസ്തോറിയൻ പാഷണ്ഡത ആരോപിച്ചു. മലങ്കര നസ്രാണികളുടെ സഭയിൽ ഉണ്ടെന്ന് പാശ്ചാത്യർ പറഞ്ഞു പരത്തിയ നെസ്തോറിയൻ പാഷണ്ഡത പാശ്ചാത്യരുടെ ഭാവന സൃഷ്ടി മാത്രമായിരുന്നു. മാർ അബ്രാഹം മെത്രാൻ അർക്കദ്യാക്കോൻ മിശിഹായുടെ ഗീവർഗീസിന്റെ കാലശേഷം സ്ലീബായുടെ ഗീവർഗീസിനെ പുതിയ അർക്കദ്യാക്കോനായി നിയമിച്ചു. സ്ലീബായുടെ ഗീവർഗീസ് ആർച്ച് ഡീക്കൻ വളരെ ചെറുപ്പമായിരുന്നു. അതുകൊണ്ട് തന്നെ 1594 മുതൽ മാർ അബ്രഹാം വളരെ തീവ്രമായി ആഗ്രഹിച്ചു തന്റെ അർക്കദ്യാക്കോനെ മെത്രാനാക്കുവാൻ. 1595 അദ്ദേഹം ഒരു അവസാനവട്ട ശ്രമം എന്ന രീതിയിൽ അർക്കദ്യാക്കോനെ പാത്രിയാർക്കീസിൽ നിന്ന് തനിക്ക് ലഭിച്ച അധികാരം ഉപയോഗിച്ച് മെത്രാനാക്കുവാൻ അദ്ദേഹം തീരുമാനമെടുത്തു. പക്ഷേ ഇവിടെയും പോർച്ചുഗീസുകാരുടെ എതിർപ്പ് മൂലം അത് സാധിച്ചില്ല. അങ്ങനെ ഏകീകൃത മലങ്കര സഭയുടെ അവസാനത്തെ കൽദായ മെത്രാനായി 1597 ജനുവരി 3 മാർ അബ്രഹാം ദിവംഗതനായി. 1595 മാർ അബ്രഹാം രോഗബാധിതനായിരുന്നപ്പോൾ തന്നെ തനിക്കിനി അധികം ആയുസില്ലെന്ന് മനസ്സിലാക്കി. തന്റെ ആർച്ച് ഡീക്കനെ മെത്രാനാക്കുവാനായി അദ്ദേഹം ശ്രമിച്ച കാലഘട്ടത്തിൽ തന്നെയാണ് ഗോവായുടെ മെത്രാപോലിത്തയായി അലക്സിസ് ഡൊമെനീസിസ് ചുമതലയേൽക്കുന്നത്. നസ്രാണികളുടെ ഇന്ത്യയുടെ മേൽ തങ്ങളുടെ അധികാരം ഉറപ്പിക്കുവാൻ തടസ്സമായി നിൽക്കുന്ന പൗരസ്ത്യ സുറിയാനി സഭയുമായുള്ള ബന്ധം അവസാനിപ്പിക്കുവാൻ അദ്ദേഹം അന്നു മുതൽ ആഗ്രഹിച്ചു. പക്ഷേ അതിനുള്ള അവസരം എത്തിച്ചേർന്നത് 1597 മാർ അബ്രാഹത്തിന്റെ നിര്യാണത്തോടെയാണ്. മലങ്കരയുടെ പാരമ്പര്യപ്രകാരം അർക്കദ്യാക്കോൻ മാർ അബ്രാഹത്തിന്റെ നിര്യാണത്തെ തുടർന്ന് അധികാരം ഏറ്റെടുത്തിരുന്നു. പക്ഷേ അലക്സിസ് മെനീസിസ് മെത്രാൻ അർക്കദ്യാക്കോന് പകരം വൈപ്പിൻകോട്ട സെമിനാരിയിൽ അധ്യാപകനായിരുന്ന ഫ്രാൻസിസ് റോസിനെ മലങ്കര സഭയുടെ അധികാരം ഏൽപ്പിച്ചു. പക്ഷേ മലങ്കര നസ്രാണികളുടെ എതിർപ്പ് മൂലം തന്റെ തീരുമാനത്തിൽ നിന്ന് മെനീസിസ് മെത്രാന് പുറകോട്ട് പോകേണ്ടി വന്നു. അർക്കദ്യാക്കോൻ തന്നെ അധികാരിയായി തുടർന്നു. ഇവിടെ മുതൽ മലങ്കര സഭയുടെ കാര്യങ്ങളിൽ ഗോവയുടെ മെത്രാപോലിത്തയായ അലക്സിസ് ഡൊമെനീസിന്റെ നേരിട്ടുള്ള ഇടപെടലുകൾ ആരംഭിച്ചു. പേർഷ്യൻ സഭയിൽ നിന്നുള്ള വൈദികരും മെത്രാന്മാരും
ഇവിടെ കാലുകുത്താതിരിക്കുവാൻ വേണ്ടി പേർഷ്യൻ ഉൾക്കടലിലുള്ള തുറമുഖമായ ഹൊർമൂസ് തുറമുഖത്തും ഭാരതത്തിലെ പ്രധാനപ്പെട്ട തുറമുഖങ്ങളിലെല്ലാം തന്നെ പട്ടാളക്കാരെ കാവൽ നിർത്തി. ഇതിന്റെ ഫലമായി ഡച്ചുകാരുടെ ആധിപത്യം വരെ ഇവിടെ ഒരു പൗരസ്ത്യ മെത്രാനും കാലുകുത്തിയില്ല. നസ്രാണികൾക്ക് ഒരു മെത്രാൻ പോലും ഇല്ലാതെ പ്രതിസന്ധി നേരിട്ട ആ കാലത്ത് മലങ്കരയിലെത്തി നസ്രാണികളെ പദ്രുവാദോ അധികാരത്തിന് കീഴിലാക്കി എതിർത്തു നിൽക്കുന്ന അർക്കദിയാക്കോന്റെ ഭരണം അവസാനിപ്പിക്കുവാനായി മെനേസിസ് മെത്രാൻ തീരുമാനമെടുത്തു. പക്ഷേ ഗോവയിലെ പലരും അദ്ദേഹത്തെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചു. അതിനാൽ അദ്ദേഹത്തിന് യാത്ര അല്പം നീട്ടിവെക്കേണ്ടി വന്നു. അതിനിടയിൽ അദ്ദേഹം 1597 ഡിസംബർ മാസത്തിൽ ജെറുസലേമിലെ ലത്തീൻ പാത്രിയാർക്കീസിന് അയച്ച ഒരു കത്തിൽ കൽദായ പാത്രിയാർക്കീസ് നെസ്തോറിയൻ ആണെന്നും മാർ അബ്രഹാം നെസ്തോറിയൻ പാഷണ്ഡിയാണെന്നും നസ്രാണികളുടെ സുറിയാനി ആരാധന ഭാഷയിൽ പാഷണ്ഡത ഉണ്ടെന്നും അത് നീക്കി ലത്തീൻ പഠിപ്പിക്കണം എന്നുമൊക്കെ ഉള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ മെനീസിസ് മെത്രാൻ ഈ കത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തെറ്റാണ്. കാരണം മലങ്കര നസ്രാണികളെ ആ കാലങ്ങളിൽ ഭരിച്ചിരുന്ന മെത്രാന്മാർ എല്ലാം മാർ അബ്രാഹം ഉൾപ്പെടെ കത്തോലിക്കരായിരുന്നു. അവരെ മലങ്കരയിലേക്ക് അയച്ച പാത്രിയാർക്കീസ്മാർ എല്ലാം റോമിൽ പോയി വിശ്വാസ സത്യം ചെയ്തവരായിരുന്നു. മാർ അബുദീഷോ പാത്രിയാർക്കീസ് ആകട്ടെ തെന്ത്രോസിൽ വെച്ച് നടന്ന സാർവത്രിക സുനഹദോസിൽ പങ്കെടുത്ത വ്യക്തിയുമായിരുന്നു. ആ സുനഹദോസിൽ വെച്ച് ഇന്ത്യയിലെ സഭയുടെ തന്റെ അധികാരത്തിന് കീഴിലാണെന്ന് പറഞ്ഞപ്പോൾ പോർച്ചുഗലിൽ നിന്നുള്ള മെത്രാന്മാർ അതിനെ എതിർത്തു എന്നും ചരിത്രം പറയുന്നു. അങ്ങനെയിരിക്കെ അർക്കദിയാക്കോൻ സ്ലീവായുടെ ഗീവർഗീസിന്റെ നേതൃത്വത്തിൽ മാർത്തോമാ നസ്രാണികൾ അങ്കമാലിയിൽ ഒരു യോഗം കൂടി. നമ്മുടെ ക്രമത്തിലുള്ള, അതായത് കൽദായ സുറിയാനി ക്രമത്തിലുള്ള മെത്രാന്മാരെ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ എന്ന് പ്രഖ്യാപിച്ചു. കൂടാതെ പരിശുദ്ധ റോമാ സിംഹാസനവുമായി കൂട്ടായ്മയുള്ള ശിമിയോൻ നാലാമൻ ദൻഹ പാത്രിയാർക്കീസ് അയക്കുന്നവരും അദ്ദേഹത്തെ അംഗീകരിക്കുന്നവരെയും മാത്രമേ മെത്രാന്മാരായി സ്വീകരിക്കുകയുള്ളൂ എന്നും പ്രഖ്യാപിച്ചു. പ്രസ്തുത വിവരങ്ങൾ എല്ലാം വൈപ്പിൻകോട്ട സെമിനാരിയിലെ ഈശസഭക്കാർ മെനീസിസ് മെത്രാനെ അറിയിക്കുകയും അടിയന്തരമായി മലങ്കരയിലേക്ക് എത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ഉടൻ തന്നെ ഗോവയിലെ മെത്രാപോലിത്തയായിരുന്ന മെനേസിസ് മലങ്കരയിലെ സുറിയാനി ക്രിസ്ത്യാനികളെ സന്ദർശിക്കുവാൻ തീരുമാനിച്ചു. 1598 ഡിസംബർ 17 അദ്ദേഹം മലങ്കരയിലേക്ക് യാത്ര തിരിച്ചു.